സുപ്രിയ ശിവശങ്കർ നോക്കൂ, ഇപ്പോൾ കേന്ദ്ര വിഹിതം എന്നുള്ളതാണ് ഇതിനകത്ത് തന്നെ ധനമന്ത്രി ബജറ്റിൽ തന്നെ പറയുന്നത് അടുത്ത വിഹിതത്തിൽ വർധനവുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ ധനമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇത് കൈയും കാലും കെട്ടി നീന്തുന്നത് പോലെയുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. കേന്ദ്ര വിഹിതം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച് നമ്മുടെ വരുമാനത്തിന്റെ 50% മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതമായി കിട്ടുമ്പോൾ ഇതവിടെ കഷ്ടിച്ച് 25% എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഗതികേടാണ് എന്നൊരു നിലവിളി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കേന്ദ്ര സമീപനത്തിൽ മാറ്റമുണ്ടാകുമോ? മാധു, ഇത് പ്രതിപക്ഷവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരിധിവരെ ശബരിനാഥും പറയുന്ന ആരോപണങ്ങൾ ഇങ്ങനെ കോപ്പി അടിച്ചുകൊണ്ടൊരു അവതാരിക പറയരുത്. ഒരു ഫിനാൻഷ്യൽ കമ്മീഷൻ, അത് 15th 14th ഫിനാൻസ് കമ്മീഷനായാലും അത് കൂടുമ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്നു എന്നാൽ പിന്നെ കുറച്ച് കൊടുത്തു കളയാം, നിർമ്മല സീതാരാമൻ പറഞ്ഞാൽ അവന് കൊടുക്കണ്ട, പിണറായിക്ക് കൊടുക്കണ്ട, അങ്ങനെയൊന്നും അല്ലല്ലോ പറയുന്നത്. ഇത് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില നയ സമീപനങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് ഓരോ സംസ്ഥാനത്തിനും എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത്. അത്തരം നയ സമീപനങ്ങളും മാനദണ്ഡങ്ങളും കഴിഞ്ഞ 15th ഫിനാൻഷ്യൽ കമ്മീഷനും അതിനു മുമ്പുള്ള കമ്മീഷനും മാറ്റിയിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഓരോ സംസ്ഥാനത്തിനും ഇത്ര % എന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ നോക്കൂ, BJP അതിശക്തമായി എതിർക്കുന്ന വെസ്റ്റ് ബംഗാളിന് ഞങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് 55%. അങ്ങനെയാണെങ്കിൽ മമതയ്ക്കാണല്ലോ കൊടുക്കണ്ട എന്ന് പറയേണ്ടത്. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വരുന്ന ഒരു സംസ്ഥാനമാണ് രാഷ്ട്രീയമായി പറയുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ വെസ്റ്റ് ബംഗാളിന് കൊടുക്കണ്ട. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ വി ആർ ഗിവിങ് 55%. കർണാടക നോക്കൂ, കേരള സംസ്ഥാനത്തേക്കാൾ കുറച്ചുകൂടി മികച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും കുറച്ചുകൂടി സാമ്പത്തികമായി മേലെ നിൽക്കുന്നവർക്ക് 23% കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇവർ തന്നെ പറയുന്നു ഇവർ യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്, എല്ലാത്തിനേക്കാൾ മികച്ച കാര്യങ്ങളാണെന്ന്. പക്ഷേ ഇവർക്ക് കൂടുതൽ പണം വേണമെന്ന് പറയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് വരുമാനം വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. 45% ഓഫ് ദ ടാക്സ് ഫ്രം എറണാകുളം. അത് മറ്റു കാരണം കൊണ്ടൊന്നും അല്ല കേട്ടോ. BPCLും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉള്ളത് കൊണ്ടാണ്, പിന്നെ 2 കിറ്റക്സും അതേപോലെ 2 കമ്പനികൾ ഉള്ളത് കൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗെറ്റിംഗ് മോർ ടാക്സ് ഫ്രം ദ സ്റ്റേറ്റ്, എറണാകുളം ജില്ല. അപ്പോൾ അത് കാരണം എറണാകുളം ജില്ലക്കാർ പറയുകയാണ് ഞങ്ങൾക്കാണ് കൂടുതൽ ടാക്സ് വേണ്ടത്, കാസർഗോഡിനും വയനാടിനൊന്നും കൊടുക്കരുത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ദരിദ്ര സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കുമാണ് ഒരു സർക്കാരിൻ്റെ ജനാധിപത്യപരമായി കൂടുതൽ % ഷെയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടേണ്ടത്. ഇതല്ലേ ഒരു ജനാധിപത്യം, ഇതല്ലേ മാർക്സിസം. മിനിമം സോഷ്യലിസം എങ്കിലും ഇവിടുത്തെ സനോജും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇവർ നിരന്തരം പറയുന്നതാണ്, ഇതിനകത്ത് യാതൊരു സത്യസന്ധതയുമില്ല. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കമ്മീഷൻ റീറൈറ്റ് ചെയ്യണമെന്ന് പറയണം, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കണ്ട, ദാരിദ്ര്യ ബീഹാറിലേക്ക് ഒന്നും കൊടുക്കരുത് എന്ന് പറയാൻ ദേശീയ തലത്തിൽ തയ്യാറാവണം. അടുത്തത്, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സപ്പോർട്ട്, ഞാൻ അധികം സമയം കിട്ടില്ല എന്നെനിക്കറിയാം. 2 കാര്യങ്ങൾ ഇവിടുത്തെ വലിയ നേട്ടങ്ങളായിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവകാശം കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ 85,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത് പഠിക്കാൻ പണമില്ലാത്തത് കൊണ്ടല്ല, കൃത്യമായി പഠിക്കുവാനുള്ള, ആധുനിക സമൂഹത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള നല്ല കോഴ്സ് നൽകുവാനായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അവർ കൂടുതൽ പഠിച്ചുകൊണ്ട്, നമുക്കറിയാം ഇപ്പോൾ മാതൃഭൂമിയിലൊക്കെ ആയാലും കൂടുതൽ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലും പുറത്തും അതേപോലെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നു. അങ്ങോട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വിദ്യാർത്ഥികൾ പോവുകയാണ്. പക്ഷേ 85,000 സീറ്റ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടത്തേക്ക് എങ്ങനെയെങ്കിലും ആളെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നിരിക്കുന്നു, അതിൻ്റെ സിസ്റ്റം തകർന്നിരിക്കുന്നു. അങ്ങോട്ട് ആളെ വലിച്ചു കയറ്റാൻ ഫ്രീ ആയിട്ട് പരീക്ഷയ്ക്ക് ആളേക്ക് പണം കൊടുത്തുകൊണ്ട് കാര്യമില്ല, കുട്ടികൾ വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ്. BJP അത് മുന്നോട്ട് വയ്ക്കുന്നു. രണ്ടാമത്തെ കാര്യം, ശ്രീ ശബരിനാഥൻ പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടി ഉണ്ട്. ഞാൻ ഒരൊറ്റ മിനിറ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേ, എനിക്കറിയാം സമയമില്ലെന്നറിയാം. ഈ കേരളത്തിലെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ട് ആശുപത്രികൾ, അത് വെറും കെട്ടിടം തകർന്നു വീണത് മാത്രമല്ല, നമുക്കറിയാം ആശുപത്രികൾ സർജറിക്ക് പോലും പണമില്ലാതെ സർജറി ഉപകരണങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്ര ബെഡ് കൂട്ടിയിട്ടുണ്ട്, എത്ര പ്രാഥമിക ആരോഗ്യങ്ങൾ അഡീഷണലായിട്ട് വന്നിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ കൂടുതൽ പണം, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ വർഷം പോലും ഏതാണ്ട് 1000 കോടി രൂപയാണ്
നാഷണൽ ഹെൽത്ത് മിഷൻ ഈ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. ഇതൊന്നും ഈ പറയുന്ന 25% കിടക്കില്ല, അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ മേഖലയിലായാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലായാലും ഈ പറയുന്ന ലൈഫ് മിഷൻ്റെ കാര്യത്തിലായാലും ധാരാളം ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കണക്കിൽ വരുന്നില്ല. ഇവർ ഇത്തരത്തിലുള്ള ഇപ്പോൾ റോഡ് സുരക്ഷാ പദ്ധതിയിൽ ഫ്രീ ആയിട്ട് മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് നൽകുന്നു. സെൻട്രൽ സർക്കാരിന്റെ പദ്ധതിയാണ്. മുന്നിലാണ് എന്നുള്ളത് കൊണ്ട് ഈ ദരിദ്ര സംസ്ഥാനങ്ങളെ പരിഗണിക്കേണ്ടതില്ലേ എന്നുള്ളതാണ് ബി.ജെ.പി ചോദിക്കുന്നത്. യു പിയിലാണെങ്കിൽ അത് 52% ടോട്ടൽ റവന്യൂവിന്റെ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത്. ബീഹാറിലാണെങ്കിൽ 73% എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡബിൾ എഞ്ചിൻ ഇല്ലാതെ പോയല്ലോ, നമുക്ക് ദരിദ്ര സംസ്ഥാനമായി തുടരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിപ്പോയി.